യുവമോർച്ച ഭാരവാഹി പ്രഖ്യാപനത്തിൽ ബിജെപിയിൽ പൊട്ടിത്തെറി. രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരിഹാസവുമായി താഴെത്തട്ടിലെ നേതാക്കൾ രംഗത്ത് വരികയാണ്. ബിജെപിയെ ബിസിനസ് ജനതാ പാർട്ടിയാക്കി എന്നതാണ് ഒബിസി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിപിൻ കുമാറിന്റെ പരിഹാസം. പാർട്ടിയെ വളർത്തിയവരെ പാർട്ടി മറന്നുവെന്ന് പെരുങ്കടവിള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീരാഗ് വിമർശിക്കുകയും ചെയ്യുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് കൊണ്ടുവരുന്നു, അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്ന വിമർശനം ബിജെപിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ്. അതിന്റെ തുടർച്ചയായി എന്തൊക്കെ പരിഹാസങ്ങളാണ് ഇപ്പോൾ? ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹികളെ നിർണയിച്ചപ്പോൾ വലിയ തോതിൽ ഒരു ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തു എന്ന വിമർശനം ഉയർന്നതിൻ്റെ ബാക്കിയാണ് കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികളെ രാത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ വ്യാപകമായി തന്നെ പഴയകാല പ്രവർത്തകരെ ഒഴിവാക്കിയെന്നും ഏകപക്ഷീയമായും ആളുകളെ ഭാരവാഹികളെ കുത്തി നിറച്ചും എന്നുള്ള വലിയ വിമർശനമാണ്. ഇതിൻ്റെ പൊട്ടിത്തെറിയാണ് ബി.ജെ.പിയുടെ പല തട്ടിൽ നിന്ന് ഉയർന്നു വരുന്നത്. പരസ്യമായി തന്നെ ഫേസ്ബുക്കിൽ ഇത്തരം പ്രതികരണങ്ങൾ പലരും നടത്തിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഒബിസി മോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്ന വിപിൻ കുമാറാണ് ഈ ഒരു രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് വിമർശിച്ചുകൊണ്ട് വളരെ പരിഹാസ്യമായ രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വാലാട്ടിയെ ജോലിക്കാരനായി വെച്ചത് മുതലാണ് സംഘടനയുടെ പതനം തുടങ്ങിയത് എന്ന് വിമർശിക്കുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ അടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള വിമർശനമാണത്. മാത്രമല്ല, ഈ ബി.ജെ.പി. ഒരു ബിസിനസ് ജനതാ പാർട്ടിയായി മാറിയെന്നും കോർപ്പറേറ്റ് ബുദ്ധി കൊണ്ട് സംഘടന ഓടിക്കാൻ വന്നു എന്നുമുള്ള വിമർശനമാണ്. മാത്രമല്ല, സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ കളഞ്ഞിട്ട് പോയ രാജീവ് ചന്ദ്രശേഖർ പിന്നീട് കേന്ദ്രമന്ത്രി സ്ഥാനം മോഹിച്ചു കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഇനി ഇല്ല എന്ന് ചൊല്ലിട്ട ശേഷം ഇപ്പോൾ ഈ സംഘടനാ സ്നേഹം എത്രത്തോളമാണെന്ന് സാധാരണ പ്രവർത്തകർക്കറിയാം എന്ന രൂക്ഷമായ വിമർശനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ഈ രംഗത്ത് വന്നിരിക്കുന്നത് പെരുങ്കടവിള പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനമായും രതീഷ് ആർ സജിത്ത് തിരുവനന്തപുരം ജില്ലാ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. സജിത്തിന് അടക്കമുള്ള പല ജില്ലാ പ്രസിഡന്റുമാരെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ജില്ലാ പ്രസിഡന്റ് മാത്രമാണ് സ്ഥാനം നൽകിയത്. മറ്റു പലരെയും ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നമോ സീറ്റോ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പരസ്യമായി തന്നെ വിമർശനം ഉന്നയിക്കുകയാണ് നേതൃത്വത്തോട്. ഇത് പാർട്ടിയുടെ താല്പര്യമാണോ അത് ചില നേതാക്കളുടെ താല്പര്യമാണോ എന്നുള്ള വിമർശനമടക്കം ഉന്നയിക്കുന്നുണ്ട്. അത് പെരുങ്കടവിളയിൽ നിന്നുള്ള നേതാവാണ്, ശ്രീരാഗ് എന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ബൂത്തിലും വാർഡിലും എല്ലാം പ്രവർത്തിച്ച് പാർട്ടിക്ക് ഉണ്ടായ വോട്ട് നേട്ടം അടക്കം വിശദീകരിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്കിലൂടെയുള്ള വിമർശനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രതിസന്ധി തന്നെയാണ്. ബിജെപിയിലെ ഭാരവാഹി പട്ടിക വന്നപ്പോൾ വിമർശന സ്വരങ്ങൾ കേട്ടതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ യുവമോർച്ചയുടെ ഉൾപ്പെടെ പുനഃസംഘടനയിൽ വലിയ പ്രതിഷേധം രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയരുന്നത്.